നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരൊറ്റ ബോംബിൽ ഇറാനെ മുഴുവൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ട്രംപ് രംഗത്ത് വരുന്നു. തങ്ങളുടെ മിസൈൽ ഏത് സമയവും വിക്ഷേപിക്കാൻ റെഡിയായി കരുതിയിരിക്കുന്നു മിസ്റ്റർ ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് ഖമനേയിയുടെ മറുപടിയും. എന്താകും ഇനി മുന്നോട്ട് എന്നുള്ള ആശങ്കയാണ് ലോകം പങ്കുവയ്ക്കുന്നത്. ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ വിമുഖത തുടർന്നു കഴിഞ്ഞാൽ ബോംബാക്രമണത്തിലൂടെ മുഴുവനും തകർത്ത് കളയുമെന്ന് അമേരിക്ക നേരത്തെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാനും മറുപടി നൽകുന്നത്. NBC ന്യൂസിന് നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഒരു ഭീഷണി പുറത്തുവിട്ടിരിക്കുന്നത്. നിരന്തരമായി ചർച്ചകൾ നടത്തുന്നു, പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇറാൻ തീരുമാനമൊന്നും തന്നെ കൈക്കൊള്ളുന്നില്ല എന്നും ഇനി തീരുമാനത്തിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഒപ്പിടാൻ വിമുഖത കാട്ടിയാൽ കടുത്ത പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരുന്നതെന്നുള്ള താക്കീതും ഈ അഭിമുഖത്തിലൂടെ നൽകുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ ലെവലേശം പോലും ഇറാൻ കുലുങ്ങുന്നില്ല എന്ന് സാരം. അമേരിക്കയ്ക്ക് ആവശ്യമെങ്കിൽ തിരിച്ചടി നൽകാൻ ഭൂഗർഭ മിസൈലുകൾ അടക്കം സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റേതെന്ന് വ്യക്തമാക്കുന്ന വാർത്ത ടെഹ്റാൻ ടൈംസിലൂടെ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ആണവ വികസന പദ്ധതിയിൽ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നതിനുള്ള കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇതിനു പുറമെ തന്നെ രണ്ടാം ഘട്ടം നികുതി അടക്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. 4 വർഷം മുൻപ് എന്താണോ ചെയ്തിരുന്നത്, അന്ന് എന്താണോ ഏർപ്പെടുത്തിയത്, അതിന് സമാനമായ നികുതികളും നിരോധനങ്ങളും ഒക്കെ ചേർത്ത് ഇറാനുമേൽ കനത്ത സമ്മർദ്ദം ചുമത്തുമെന്നും അതിനുള്ള സാധ്യത ഒന്നും തന്നെ തള്ളിക്കളയേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചയാണ് അവസാന സമയമായി അന്ത്യശാസനമായി ഇറാന് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ഇളവ് പ്രതീക്ഷിക്കേണ്ടെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും മുഖവിലേക്കെടുക്കേണ്ടതില്ല എന്ന ഇറാൻ നിലപാടും സ്വീകരിച്ചു. നേരിട്ട് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. വിദേശകാര്യമന്ത്രി കൃത്യമായി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുമായി പരോക്ഷമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും അതിപ്പോഴും തുടരുന്നുവെന്ന് കൂടിയാണ് ഇറാൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പരോക്ഷ ചർച്ചകൾ അങ്ങനെ തുടരാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനേയി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പെസഷ്കിയാൻ തന്നെ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട് പോകുന്ന സന്ധി ചർച്ചകൾ എന്നുള്ള ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. അമേരിക്ക ഇറാനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി ഉറപ്പായി ലഭിക്കുമെന്നാണ് പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഖമനേയി പറഞ്ഞതായി അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും തയ്യാറെടുത്തിരിക്കുന്നു. അമേരിക്കയുമായി എല്ലായ്പ്പോഴും ശത്രുത പുലർത്തുന്നവരാണ് ഇറാൻ. അവർ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് സാധ്യമാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അമേരിക്ക ഇറാനെതിരെ നടപടി സ്വീകരിച്ചാൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് കൊടുത്ത കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി കൊടുത്തിരിക്കുന്നത്. സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിക്കളഞ്ഞതായും അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ആകട്ടെ തങ്ങളുടെ മിസൈലുകൾ റെഡി ടു ലോഞ്ച് എന്ന മോഡിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഏത് സമയവും അവ വിക്ഷേപിക്കുമെന്നടക്കമാണ് ടെഹ്റാൻ ടൈംസിലൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ അടക്കം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുക്കാൻ ശേഷിയുള്ള അത്യാധുനിക നൂതന മിസൈലുകളാണ് ഇവ. തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ പുറത്തുവിട്ടത്. അതിലൂടെ തന്നെ മിസൈൽ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് കമനീയ ശേഖരമാണെന്നും അത് ഓരോ രാജ്യങ്ങൾക്കുമുള്ള താക്കീതായിട്ടും ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഇറാനിയൻ ട്രൂപ്പ് ഇസ്രയേലിന്റെ ദേശീയ പതാകയിൽ ചവിട്ടുന്ന അടക്കം ഈ ദൃശ്യത്തിലുണ്ടായിരുന്നു. നമ്മൾ സംഭാഷണങ്ങൾ തന്നെ ഒഴിവാക്കാറില്ല. വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങളാണ് ഇതുവരെയും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് അവർ തെളിയിക്കട്ടെ. ഇങ്ങനെയാണ് ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടിയായിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് വളരെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ആണവ പദ്ധതി വികസിപ്പിക്കാൻ ഇറാനെ ഒരു കാരണവശാലും അനുവദിക്കില്ല, അങ്ങനെ അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് വാഷിംഗ്ടൺ ഇറാന് നൽകിയ മറുപടി. യുറേനിയം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണം ഇറാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം. പക്ഷേ പൊതുജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ള വിശദീകരണവുമായി ഇറാനും രംഗത്ത് വരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ വേണ്ടി 2015 വൻ ശക്തികൾ ഇറാനുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു. ഈ ആണവ കരാറിൽ നിന്നും ആദ്യവട്ടം പ്രസിഡന്റായതിനു പിന്നാലെ ട്രംപ് ഏകപക്ഷീയമായി പിന്മാറി. 6 വർഷം മുൻപ് താൻ സ്വീകരിച്ച ഈ നടപടി ഇറാനെതിരെ ഫലപ്രദമായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനു പുറമെ തന്നെ കടുത്ത പല നിരോധനങ്ങളും ഏർപ്പെടുത്തി.
ബൈഡന്റെ ഭരണകാലത്ത് കരാറിൽ തിരികെ പ്രവേശിക്കാൻ ശ്രമങ്ങളുണ്ടായത് ഇറാനും സ്വാഗതം ചെയ്തു. പക്ഷേ ആണവ കരാർ നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്ന അമേരിക്കൻ നയത്തെ ഇറാൻ രൂക്ഷമായി വിമർശിച്ചു. ഇസ്രയേലിന്റെ സമ്മർദ്ദ ഫലമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇറാൻ ആരോപിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ തുടരുന്നത് വെല്ലുവിളിയാണെന്ന നിലപാട് ട്രംപ് ഉയർത്തുന്നു. ട്രംപിനോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും ഇതേ കാര്യം ആവർത്തിക്കുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് മറുഭാഗത്ത് നടത്തുന്നതെന്നാണ് ഇറാൻ്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ എന്താകും ഇതിൻ്റെ അന്തിമ തീരുമാനമെന്നുള്ള കാര്യത്തിലാണ് ആകാംക്ഷയോടുകൂടി കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുന്നത്. അതേസമയം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമേലും അമേരിക്കൻ നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പകരച്ചുങ്കം നിലവിൽ വരുന്ന ഏപ്രിൽ 2 രാജ്യത്തിൻ്റെ വിമോചന ദിനമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലും തുടങ്ങാം, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. എല്ലാ രാജ്യങ്ങൾക്കും നികുതി ചുമത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം ബുധനാഴ്ചയാണ് നിലവിൽ വരുന്നത്. ഈ ദിവസത്തെ ട്രംപ് അമേരിക്കയുടെ വിമോചന ദിവസമെന്ന് വിശേഷിപ്പിക്കുന്നു. നേരത്തെ 10 മുതൽ 15 വരെ രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടന്നിരുന്നു. BTA ഒരു ഭാഗത്തിൻ്റെ കാര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ തീരുമാനമെടുക്കാൻ ധാരണയായെങ്കിൽ പോലും തീരുവ ഇളവ് സംബന്ധിച്ച തീരുമാനം ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ പകരച്ചുങ്കം ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത സാമ്പത്തിക വർഷം കയറ്റുമതിയിൽ $730 കോടി നഷ്ടമായിരിക്കും ഇതിലൂടെ കണക്കാക്കുന്നത്. ഇളവ് കിട്ടാൻ വേണ്ടി ചില മോട്ടോർ സൈക്കിളുകൾ, ബർബൺ വിസ്കി തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 150% നികുതിയിൽ നിന്നും 50% ഇതിനെ കുറയ്ക്കുകയും ചെയ്തു. വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനവും ഇന്ത്യക്ക് അങ്ങനെ തിരിച്ചടിയായി മാറും. ഇന്ത്യ അവിടെ നിന്നും അസംസ്കൃത എണ്ണയടക്കം വാങ്ങുന്നുണ്ട്. തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.